ആ ആഹാ വൈറ്റൊക്കെയാണല്ലോ അടിപൊളി. കുളിച്ചിട്ടോ അപ്പേ പാട്ട് വെക്കുവോ? ഇവിടെ അമ്മ ഷൂട്ട് തരാം അപ്പൊ പാട്ട് വെച്ചാ ഉടുപ്പയിലൊന്നും ചീഞ്ഞാതൊന്നും പറ്റിച്ചേക്കല്ലേ. സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? എക്സ്ട്രാ വെച്ചുണ്ട്. ഇത് കൂടെ ചെറുതാക്കട്ടെ, അപ്പച്ചി വലുതാക്കുന്ന. ഞങ്ങളെ കുഞ്ഞു സുന്ദരി കേട്ടോ. പറയുവോ? ആരാണ് എന്താ അതിന് പോയാ ജയ അങ്ങോട്ട് ചെല്ലുമെന്ന് ഓർത്തോണ്ട് പോയതാ ഇന്നലെ. കാണാൻ പോയതാ ചേച്ചി. മതിന്റെ റൂമിലാ കുത്തിനെ കാണാനാ പോയെ. പല്ല് കേൾക്കുന്ന ഓൾറെഡി, പിന്നെ എങ്ങനെ കഴിക്കുന്നേ? രാവിലെ പല്ല് കേൾക്കുമല്ലേ? വന്നതാ കേട്ടോ. ശ്യാമമ്മ പൊടിമിറ്റത്ത് കുട്ടപ്പായ ഇടുന്നതോ ജാനുട്ടി പടം വയ്ക്കുക. പടം വയ്ക്കുക. ഞാൻ കുട്ടപ്പായേ കളിക്കുക. ഇങ്ങനെ തന്നെ തിരിച്ചു വരണം കേട്ടോ, ഒന്നും പറിച്ച് കളയല്ലേ, വൈകിട്ട് വരെ വരണം. ബസ് എന്താ വരാത്തെ? ബസ് വരുന്ന താഴെയല്ലേ. ഇതുപോലെ തന്നെ വരുമോ നീ വൈകിട്ട്? അതോ നീ എല്ലാം ഊരി പറിച്ച് അടി കിട്ടും കേട്ടോ. ആ നിർത്തി. പക്ഷെ ഉണ്ടല്ലോ വൈകിട്ടെങ്ങാനും ഞാൻ വിളിക്കാൻ വരുമ്പോൾ ബുഷില്ല അതില്ല ഇതില്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടിയായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇപ്പം നിർത്തിയേ, വൈകിട്ട് വരുമ്പം കാണണമല്ല. ഓക്കെ അല്ലേ? ആ അതുപോലെ ഇരിക്കണം. വൈകിട്ട് വരുമ്പോഴും സുന്ദരി ആയിരിക്കണം ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം. ഓക്കെ. ഇന്ന് എന്നാ ബിരിയാണിയാണോ? അല്ലേ സദ്യയാണോ? പോവല്ലേ? ഹലോ. ഇന്നലെ അവൻ കയറ്റിയിട്ട് പോയില്ലേ? ഓ ഇന്നലെ ആ വണ്ടി സാധനം കയറ്റി വൈകിട്ട് പോയി. അവിടെ പോവാ. അറിയത്തില്ലടി.
അറിയത്തില്ല. ബസ് എവിടെ? വരട്ടറി. അവിടെ അവിടെ ഇരുന്നോ ഇരുന്നോ ഇരുന്നോ, ഞാൻ വിളിക്കാം വണ്ടി വരുമ്പം. വണ്ടി വരാൻ സമയമില്ല, നമ്മൾ നേരത്തെ ആണ്. ഏയ് ഇരിക്കാൻ പറഞ്ഞില്ലേ, അവിടെ ഇരിയടി. ആ എന്നാ അവിടെ വന്നോ. നമ്മളിന്ന് നേരത്തെയാണ് നേരത്തെ, അതുകൊണ്ട് ബസ് വരുമെന്നേ. നമ്മൾ നേരത്തെ ഇറങ്ങി വന്നതുകൊണ്ടാ. ഇവിടെ പയ്യെ വന്നാൽ മതിയായിരുന്നു അല്ലേ. നെല്ലിക്ക വേണോ? വീട്ടിൽ വീട്ടിലാ വീട്ടിൽ. ആ പോവല്ലേ, ആയില്ല. രണ്ട് ലോറി ഒരേ കളർ ഒരേ ഡിസൈൻ. രണ്ടല്ലല്ലോ, വീണ്ടും പോകുന്നുണ്ടല്ലോ. മൂന്ന് ഉള്ള ബസ്സാണെന്ന് തോന്നുന്നത്. ചേട്ടാ ഈ താഴെ മറ്റേ പഴം തന്നില്ല ഒരു ചേച്ചി, ഒരക്ക പഴം തന്നില്ലേ എനക്കാ? പഴം തന്നില്ല, പഴം നാളെ നമ്മളതിലെ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് നടന്നു വരുമ്പം ആ ഒരു അമ്മ നിനക്ക് പഴമൊക്കെ തന്നില്ലേ കടയിലുള്ള? ആ അവിടെ ആ കട കാണത്തില്ല, ഇവിടെ അല്ല. ബസ് വരുമല്ലേ? ബസ് വരുമോ? വരുമോ? എപ്പോൾ വരും? എന്ത് ആ വണ്ടാണോ? കേട്ടില്ല. എവിടെ വീണു? ഒന്നുമില്ല ഒന്നുമില്ല. ഇങ്ങനെ പോയില്ലേ ഇങ്ങനെ വെള്ള സാധനം. ആ എന്നാ ബ്ലാക്ക്. ആ വണ്ടായിരിക്കും വണ്ടായിരിക്കും വണ്ട് വണ്ട്. അതല്ലായിരുന്നു അപ്പം അടുത്തുള്ള മീനല്ല, അതുമല്ല. ഇതൊക്കെ ഏതായാലും വണ്ടിയെ പാട്ട് വരുന്നോ? പഴോ? ഇപ്പോഴോ? പഴം തിന്നാനോ? അന്ന് നീ പോകുന്നില്ലേ സ്കൂളിൽ? അയ്യോ അങ്ങോട്ടൊന്നും പോകില്ല, ഇവിടെ നിൽക്കാം. അവിടെ അങ്ങോട്ട് ആ വണ്ടി അടിക്കും. അത് വണ്ടി പോകുന്ന വഴിയാ. ഇത് വരുന്നോ? അവിടെ കണ്ട ബസ് വരുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ ഇത് പക്ഷേ CMS സ്കൂളാണല്ലോ. അല്ല അല്ല അല്ലടി, അത് വേറെ CMS. നിന്റെ ബസ്സിൻ്റെ പുറകെ വരുന്നത്. ഈ സ്കൂൾ ഇതേ വരുന്നത് കേട്ടോ, അതാ നിന്റെ. അതാണ് CMS സ്കൂൾ അതൊക്കെ ഇതിലെ വരുന്നത്. കോരിത്തോട്. ആ കോരിത്തോട് കോരിത്തോട്. ഇന്ന് കൊച്ചിൻ്റെ ബസ് താമസിച്ചാണ് വന്നെന്ന് പറഞ്ഞു. അത് ആർക്കറിയുന്ന ഇന്ന് ശിശുദിനമായതുകൊണ്ട് പിള്ളേരൊക്കെ ഒരുങ്ങിയൊക്കെ വരാൻ താമസിച്ചു കാണും.
എന്തായാലും നല്ല മുടിക്കാട്ടോ പോയേക്കുന്നത്. വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടിവെച്ച് തിരിച്ചു വരുമ്പം അതെല്ലാം ഓപ്പോസിറ്റ് ആയിക്കോളും. അങ്ങനെ കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോഴേ എന്തിനാണ് ഇങ്ങോട്ട് വന്നു? എന്തൊരു കാര്യത്തിന് വേണ്ടി വന്ന നിന്നെ പൂട്ടിയല്ലേ? നിനക്ക് ഇച്ചിരി ചാട്ടം ഇങ്ങോട്ട് കൂടുതലായിരുന്നു. മര്യാദയ്ക്കായിരുന്നെങ്കിലോ നീ ഇങ്ങോട്ട് ചാടുന്നു. നീ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പേടിപ്പിക്കുമല്ലേ? അവനെ പൂട്ടി അവിടെ. അതിൻ്റെ പരാതി പറച്ചിലാണേ. ഒന്ന് പറ്റി വേണ്ട അത് വേണ്ട ഞാൻ പോവാ. ഗ്ലാസ്സാ കേട്ടോ, മുറിയും. അവരെ തുറന്നു വിട്ടിട്ടില്ല. എന്നൊരു തെളിച്ച് കാണുന്നുണ്ട്. ഇന്നെനിക്ക് NTR പോകണം, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം NTR പോകാൻ. ഇന്നലെ എൻ്റെ മൂക്കിൻ്റെ പാലത്തിലൊരു കുക്കറിൻ്റെ അടപ്പ് കൊണ്ടിട്ട് മേളിൽ ചെയ്ത കുക്കറിൻ്റെ അടപ്പ് താഴെ വീണിൻ്റെ മൂക്കിൻ്റെ പാലത്തിലോട്ടാണ് വീണേ. നല്ല വേദനയും നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒരിടത്തും പോയില്ല, ഇവിടെ തന്നെ ഇരുന്നു. ചെറിയ നീരുണ്ടായിരുന്നു, ഇപ്പം കുറവുണ്ട്. സമയത്തറിയാം 8 മണിക്കാണ്. കൊച്ചു താമസിച്ച് വന്നതുകൊണ്ട് അമ്പലത്തിൽ പോകാനും ചേട്ടാ താമസിച്ച് വരുള്ളായിരിക്കും. അയ്യോ കഞ്ഞി ഇട്ടായിരുന്നു, ഞാൻ മറന്നുപോയി. കണ്ടോ, വിറകൊക്കെ തീരാറായി. എല്ലാ പ്രാവശ്യം വിറക് തീരാറായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയും എവിടെന്നെങ്കിലുമൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ചേട്ടൻ പറഞ്ഞ ആ മരം വെട്ടിയെടുത്തോ മരണേന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടി. ഈ പ്രാവശ്യം എങ്ങനെയാണോ ആവോ. അയ്യോ കുറേ ഊതിക്കഴിഞ്ഞ് തീ കത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, ഒന്ന് വേറെ. തല ഊതി എൻ്റെ മൂക്കിൻ്റെ ഇവിടെയാണ് വീണത്. ഇവിടെ ഈ ഭാഗത്തെ വീണിട്ട് കുറച്ച് നേരത്തേക്ക് എനിക്ക് യാതൊരു രീതിയിൽ ഒരു വെളിവില്ല. ഇങ്ങനെ നിന്ന് പോയി. എന്തോ ഒരു പെരുപ്പും എന്തോ തല അങ്ങ് ഇതായിപ്പോയി. പെട്ടെന്ന് ഒരു മിനിറ്റോളം ഇങ്ങനെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തലയ്ക്കങ്ങ് ഭാരമായി. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴിവ് പോലുണ്ട്. എന്നാ വേദനയാണെന്നറിയാം. എൻ്റെ അമ്മോ, എൻ്റെ തൊട്ട് തലയ്ക്ക് വേദനയായിരുന്നു. പോയി നോക്കട്ടെ. ഈ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്. തൊടുമ്പോൾ എനിക്കറിയാം. വേറെ ഇപ്പം പ്രശ്നമില്ല. വേദനയുണ്ട് തൊടുമ്പോൾ. അങ്ങനെ പിന്നെ കുനിയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭാരം പോലെയാണ്. അയ്യോ എന്താ പോലെ തൊടുമ്പോൾ. മിന്നൽ വേള മൂത്തെല്ലാം പറഞ്ഞു വരും. ഇനിയിപ്പോൾ എന്നെ നോക്കാനല്ലേ. അടുത്ത പണി നോക്കട്ടെ, പോകാനുള്ള പണി നോക്കട്ടെ. വേണ്ട, ഞാൻ എടുത്തോളാം നിന്നെ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നല്ലോ. കുളിക്കണ്ടായിരുന്നോ? ഇന്നലെ പെട്ടെന്ന് വന്നേ. കൊച്ചു താമസിച്ചാണല്ലോ പോയത്. എന്നിട്ട് അതിനെ താമസിച്ച് വേണ്ടി വന്നേ. പിള്ളേരൊക്കെ ഒരുങ്ങണ്ടേ, വെള്ള ഡ്രസ്സൊക്കെ ഇട്ടോ, അതായിരിക്കും. എവിടേക്കാ പോകുന്നത്? ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം.
സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും പോകണം. സമയം കിട്ടുവാണെങ്കിൽ അറിയത്തില്ല, ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ സമയം പോകുമായിരിക്കും. പോയിട്ടോട്ടെ. ഈ സത്യം പറയുക, സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഉടനൊന്നും ആവശ്യമൊന്നും ഇല്ലെന്നേ. എന്നാലും ഞാൻ മേടിച്ചോ കൊടുത്താൽ പിന്നെ വെച്ചോണ്ടിരിക്കണ്ടേ. എന്നും ഓരോ കേസ് ഇറങ്ങുമ്പോൾ എല്ലാം പോയി നോക്ക്, എപ്പോഴാണ് കിട്ടുക അമ്മാരിട്ട് വലിപ്പിക്കും. ഹോസ്പിറ്റലിൽ പോവാ വീണ്ടും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കഴിഞ്ഞാഴ്ചയൊക്കെ പോയപ്പോൾ ഡോക്ടറിലായിരുന്നു, പിന്നെ ഒരു സമയത്ത് സമയം കഴിഞ്ഞു പോയി. ഇന്നും ഏകദേശം സമയം എങ്ങനെയാവും എന്തോ. അമ്മ കൊച്ചിന് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ വേറൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞത്. വേറൊരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ സിസ്റ്ററിൽ പറഞ്ഞായിരുന്നു. ഇതല്ല ഡോക്ടറെ കൈപ്പടെ എഴുതിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതാണ്. അപ്പം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് സർട്ടിഫിക്കറ്റ്, വേറെ ഇല്ല, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. വെറുതെ ഒരാഴ്ച പോയി ഇതിൻ്റെ പുറകെ നടന്നു. ഇവിടെയായിരുന്നു പഴയ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഇത് മാറ്റി ഇപ്പോൾ ഇവിടെ പണിത്. അയ്യോ സർട്ടിഫിക്കറ്റ് ആക്കി. ഉച്ചയായപ്പോഴത്തേനും പെട്ടെന്നൊരു മഴ. കുറച്ചു നേരമായിട്ട് മൂടിക്കെട്ട് നിൽക്കുക, നല്ല മഴയാ. മഴ വീണ്ടും ശക്തി കൂടി. ഇങ്ങോട്ട് മുണ്ടക്കയത്തും പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി വരെ ഭയങ്കര മഴ. അത് ഇവിടെ വന്നപ്പം മഴയില്ല, പെയ്യാൻ പക്ഷെ തുടങ്ങുന്നുണ്ട്. അയ്യോ വലിയൊരു മഴ പെയ്യാൻ വരുന്നുണ്ട്. ചേട്ടാ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണ്. എന്തായാലും ഞാൻ 2-3 ദിവസമായിട്ട് വീട്ടിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പം പപ്പായ്ക്ക് വയ്യ തീരാൻ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം ആംബുലൻസ് വരും. പപ്പായ്ക്ക് തീരെ വയ്യാതെന്ന് വെച്ചാൽ എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുറമൊക്കെ ഇച്ചിരി പൊട്ടാൻ തുടങ്ങി. നമ്മൾ പക്ഷേ ഡോക്ടർ പറഞ്ഞായിരുന്നു മുറിവെണ്ണ തേക്കണമെന്ന് പറഞ്ഞു. മുറിവെണ്ണ തേച്ചാലും തേച്ചിട്ടും അതങ്ങോട്ട് ഇതാവുന്നില്ല. ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുമ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം ആംബുലൻസ് വരും. അപ്പോൾ ഞാനപ്പോൾ അതിന് മുന്നേ ചെന്ന് അവിടെ അടുക്കിയൊക്കെ പെറുക്കാൻ സഹായിക്കട്ടെ. അമ്മ നല്ല മഴയാ. മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. പപ്പാ
ആശുപത്രി പോവാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മഴയത്തില്ല. ഇന്ന് നീ പോകായിരുന്ന ജയെ കാണാമായിരുന്നു അവിടെ. ഇന്നലെ ജയെ കാണാൻ പോയാണോ ചേച്ചി? എന്നിട്ടോ? ഓ അപ്പോൾ അതിൽ അനക്കം ഉണ്ടായിരുന്നു. നീ വിളിച്ചോ? ആംബുലൻസിൽ ഏർപ്പാടാണോ? ഞാൻ താഴെ വരെ പോയിട്ടില്ല. ശാംപി നേരത്തെ വരുന്നു. നീ എങ്ങനെയാടി പോയത്? നീ എങ്ങനെയാടി വരുന്നത്? വിട് വിട്. ഇല്ല ബാബാ ഇല്ലടി, വെളി പോട്ട് പോകാം. അമ്മ നിന്റെ ഡ്രസ് എന്ത് ശരിക്കും നീ ഇട്ടോണ്ട് പോയത്? കീറിയോ? എങ്ങനെ? കീറിയോ? നിന്റെ മുടി കെട്ടി വെച്ച് മാറ്റരുതെന്ന് ഞാൻ പറഞ്ഞാണോ? അതെന്നാ പറ്റി? അതാരാ അഴിച്ചേ? നീ ഗുസ്തിക്ക് പോയാണോ നീ? ഇല്ലടി. അതാണ് ചാനൽ. അതെയോ? ചക്കപ്പഴവും ചക്കപ്പഴ വിട്ടുപോടി, സമയം പോയി.
ഇതന്നെ കളർ ഇട്ടതോ യൂണിഫോം തന്നെ ഇടാഞ്ഞേ കഴിച്ചോ? ആ കഴിച്ചു. എന്ത് വെച്ചാ? ചോറ് രാവിലെ രാവിലെ ഇന്ന് ഇഡ്ഡലി സാമ്പാറും. പേരെന്നാ? എൻ്റെ പേരറിയത്തില്ലേ പറ. എവിടെ സ്ഥലം? ഇവിടെ അവിടെ പോവാ. അമ്മേ കഴിച്ചോ? പിന്നെ എന്തേ? ഉച്ചക്ക് ചോറുണ്ട്. രാവിലെയോ? രാവിലെ ഇഡ്ഡലി സാമ്പാറും ഞാൻ കൊണ്ട് കൊടുത്തു. എന്നത്? എൻ്റെ അനിയത്തിയാ. അതെത്തിയാണ്. ആ അതെ. ഇത് പേരെന്നാ? നിഷ. എൻ്റെ പേരറിയത്തില്ലേ? ഇല്ല. നിഷ. മറന്നുപോയോ? പോട്ടെ പണി. ആരെന്താ? ഇവരുടെ ഓടി. ഇന്ന് താമസിച്ചോ? ഇല്ല, ഈ സമയത്താ വരുന്നത്. ആണോ? ആ, ഇന്നിച്ചി നേരത്തെയാ. രാവിലെ എപ്പം നോക്കിയോ? ഇഡ്ഡലി. ഇഡ്ഡലിയാന്ന് പറഞ്ഞല്ലോ. നീ എന്നെ ഇന്ന് യൂണിഫോം ഇടാഞ്ഞെന്ന് ചോദിച്ചിട്ട് നീ പറഞ്ഞില്ലോ. ആണോ? ഇതെന്നാ? വെള്ളം പോലെ. എവിടെ വെള്ളം കുഞ്ഞ? ഓ ചേച്ചി വീട്ടിലുണ്ട്. ആ, സ്കൂളിൽ പോയിട്ട് വന്നു. ഇന്ന് സ്കൂളിൽ പോയത്. ഡേരി കഴിച്ചു ചോദിച്ചിട്ടുണ്ട്. അടിക്കുന്നില്ല കേട്ടോ. പൊക്കോ നീ പൊക്കോ. കഴിച്ചു ഇന്നെ വൈകിപ്പോയോ? സലാമംഗലം കടയിൽ പോയി. കഴിച്ചു കഴിച്ചിട്ടാ പോയെ. അപ്പം എന്നെ അത് തന്നെ. ആ, ലൈറ്റൊക്കെ ഇട്ടു. നിന്നോട് എന്നാ കഴിക്കുന്ന കാര്യം സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാ. നീ വിഷയം മാറ്റാണോ? മഴയൊക്കെ വന്നിട്ട് പോയി. നീ പോ. വീട്ടിൽ കയറിട്ടാ വരുവെന്ന്. ആണോ? വീട്ടിൽ കയറി കഴിയുമ്പോൾ മഴ പെയ്യോ? നീ ഇപ്പൊ പ്രവചനമുണ്ടോ? മഴയൊക്കെ നീ പ്രവചിക്കാ? എവിടെ? ഇതും റെഡും ബാലകൃഷ്ണ. ആണോ? അതെ. ഇവിടെ മാത്രമല്ല ലൈറ്റുള്ളൂ. ആ ആ ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന്. പൊക്കോ. ചുമ്മാ കാടുന്നോ ഇവിടെ വന്ന് സന്ധ്യയാകുമ്പോൾ. പോയി. ആ ഇല്ല. എന്താ കാറിയേ? കൂത്തുഞ്ഞാ കേട്ടോ. വടി എടുക്കാനാ ചെയ്യാ പറഞ്ഞേ. നിനക്കെട്ടി ഒരു വടി എടുത്ത് കൈ പിടിച്ചേക്കാം. അപ്പോൾ അവള് അടങ്ങിയിരിക്കുക. അല്ല, എപ്പോഴാ മാറി. ഒരെണ്ണം ബാഗിൽ കൊടുത്തു വിടും. ജയമയില്ലടി. ജയമ പപ്പായം കൊണ്ട് ആശുപത്രി പോയതാ, വന്നില്ല. പപ്പായം കൊണ്ട് ആശുപത്രി ഓ പപ്പായായിട്ട് ആശുപത്രി പോയി. ആ
ചാച്ചിയുണ്ട്. ചേട്ടാ ആ ചോറുണ്ട്. ചോറൊക്കെ ഉണ്ടാക്കി. ചീരക്കറി ഉണ്ട്. ചീരക്കറി, വേലിച്ചീര. മാല ഉരി എടുത്തോളി. അതെങ്കിലും തിരിച്ചു വന്നല്ലോ ഭാഗ്യം. ബാക്കിയുള്ള തലയെല്ലാം കെട്ടി സെറ്റാക്കി വേറെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വിട്ടാ. ആ എന്നാണോ? അല്ല ഇന്ന് ചേട്ടച്ച നെഹ്റുവിൻ്റെ ചാച്ചാജി അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടി വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് പോയതാ. പോയപ്പോൾ തലയൊക്കെ ഇട്ട് സെറ്റാക്കി വിട്ടാ. ഇത് വരുന്ന വരെ കണ്ടോ, പ്രാന്തി വരുന്ന പോലെ. ആ ഡ്രസ്സും മാറി. ആ മറ്റേ ഡ്രസ്സ് കീറിയെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം. മടുക്കുവാ പോയിട്ട് വരുമ്പത്തേന്. ഒരു റൂമിന് ഡോക്ടറുടെ ചാർജും നേഴ്സുമാരുടെ ചാർജും ചാർജുകളെല്ലാം കൂട്ടി മറ്റടുത്ത് കിടന്ന ഒരു 2500 ഇതൊരു 3100 രൂപ കൊടുക്കുന്നതാണ്. കൂരിരുട്ട്, കുറ്റാ കൂരിരുട്ട്, ഒന്നും കാണത്തില്ല. തന്നെ പപ്പായെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി. എന്നിട്ട് ഇപ്പഴാണ് റൂമിലോട്ട് കയറിയത്. റൂം കിട്ടി, പക്ഷെ അവർ അതിനകത്ത് കയറ്റിട്ടുണ്ട്. ഇപ്പോൾ കയറ്റി വിട്ടു. പിന്നെ ഡോക്ടർ നോക്കി എപ്പോഴാണെങ്കിലും എന്തും സംഭവിക്കാം, എപ്പോഴാണെങ്കിലും എന്തിനും സംഭവിക്കാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കരുതിയിരുന്നോളാൻ പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേജാന്ന് പറഞ്ഞു.